എന്നെ അദ്ദേഹം പരിചയപ്പെടുത്തിയെങ്കിലും ഞാനൊന്ന് സ്വയം പരിചയപ്പെടാൻ. എൻ്റെ പേര് ശെൽവകുമാർ എന്നാണ്. ഞാൻ ഒരു 10-30 വർഷത്തിലേറെ ഗവൺമെന്റ് സർവീസിൽ ആയിരുന്നു. ഇപ്പോൾ റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യുകയാണ്. ഈ സമയത്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ നമുക്ക് എല്ലാ ആളുകൾക്കും ആർക്ക് വേണമെങ്കിലും ആരെ വേണമെങ്കിലും സഹായിക്കുന്ന തരത്തിലുള്ള ഒരു പ്രോജക്റ്റ് നമ്മുടെ മുന്നിൽ വന്നുപെട്ടത്. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി ഒന്ന് മനസ്സിലാക്കാമെന്ന് കരുതി. മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ വളരെ നല്ല രീതിയിൽ നമുക്ക് അത് ജനങ്ങൾക്ക് മൊത്തത്തിൽ ഗുണം ചെയ്യുന്ന ഒരു സംവിധാനമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അത് നല്ല രീതിയിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഇന്ന് നമുക്ക് ഈ പ്രോഗ്രാം കേൾക്കാൻ ആദ്യമായി എത്തിയിട്ടുള്ള എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. യു ആർ ദ റിയൽ ഗസ്റ്റ് ഓഫ് ബൈബിൾ ഓൺലൈൻ ഷോപ്പിംഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. സോ വൺസ് അഗെയിൻ, good evening and welcome to the evening web of Bible Online Shopping India Private Limited. പേര് പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം, നമ്മൾ ഇതൊരു ഓൺലൈൻ ഷോപ്പിംഗ് കമ്പനിയുടെ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇപ്പോൾ ന്യൂജനായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് വേണമെങ്കിൽ ഒരു പൈസ പോലും മുതൽമുടക്കില്ലാതെ നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് നിങ്ങൾക്ക് തുടങ്ങാനുള്ളൊരു പ്ലാറ്റ്ഫോം കൂടിയായിട്ട് ഇതിനെ ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കണ്ണുകൾ വിശ്വസിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ. സോ ഞാൻ ഈ പ്രൊജക്റ്റിലേക്ക് നേരിട്ട് തന്നെ കിടക്കാം. ഓക്കെ, വെയിറ്റ് ചെയ്യാം. ഓക്കെ, വെൽക്കം ടു ദി ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റി. സോ നമ്മുടെ കമ്പനിയുടെ പേര് ആദ്യമേ നമ്മൾ പറയുന്നു. കമ്പനിയുടെ പേര് ബൈബിൾ ഓൺലൈൻ ഷോപ്പിംഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണതാണ്. ഇത് നമുക്ക് 2025 മെയ് 24 കോട്ടയം ആസ്ഥാനമാക്കി കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന്റെ കൺകറൻസോടുകൂടി ഇന്ത്യൻ കമ്പനീസ് ആക്ടിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഇ-കൊമേഴ്സ് കമ്പനിയാണെന്ന് മനസ്സിലാക്കുക. ഒരു ഇ-കൊമേഴ്സ് കമ്പനി ഞാൻ എടുത്തു പറയാൻ കാരണം, ഇതൊരു ഇ-കൊമേഴ്സ് കമ്പനി എന്ന രീതിയിൽ അല്ലാതെ മനസ്സിലാക്കിയിട്ടുള്ള പല ആളുകളുടെ മുമ്പിൽ അതിന്റെ കൃത്യത ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഏത് ഉൽപ്പന്നങ്ങൾ വേണമെങ്കിലും സാധാരണക്കാർക്ക് അവരുടെ കയ്യെത്തും ദൂരെ അവർക്ക് പൈസ ഉപയോഗിക്കാതെ തന്നെ അത് ലഭ്യമാക്കുക എന്നുള്ള ഒരു ആശയമാണ് ഇതിലുള്ളത്. അതിനു മുമ്പ് കമ്പനിയുടെ മാനേജ്മെന്റിനെ കുറിച്ച് ഞാനൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്താം. കമ്പനിയുടെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് കമ്പനിയുടെ MD ശ്രീമതി ശ്രീകുമാരി ഷാജി. അദ്ദേഹം IT സെക്ടറിലും ഓൺലൈൻ ഷോപ്പിങ്ങിലും ഫിനാൻസ് സെക്ടറിലും ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രിയിലും എക്സ്പെർട്ടാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 20-25 വർഷത്തോളം ഈ മേഖലയിൽ നല്ല തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു മാന്യദേഹമാണ് അദ്ദേഹം. ഫിനാൻസ് മേഖലയിലാണെങ്കിൽ വൃന്ദാവൻ ഫിനാൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം തന്നെ കോട്ടയം ജില്ലയിൽ ഏറ്റവും കൂടുതൽ സാധാരണക്കാരെ അവരുടെ ആവശ്യങ്ങൾ നിത്യവൃത്തിക്കായിട്ട് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ്. ദെൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലാണെങ്കിലും കഴിഞ്ഞ 20 വർഷമായിട്ട് കോട്ടയം ജില്ലയിൽ നിറസാന്നിധ്യമാണ്. ഇനി ഈ കമ്പനിയെ കുറിച്ച്, അപ്പോൾ അതാണ് അവരുടെ പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട്. അങ്ങനെയുള്ള ഒരാൾ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ് അതിന്റെ വിഷൻ എന്ന് മനസ്സിലാക്കി തരാം. വിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, വ്യക്തമായിട്ടുള്ള ഒരു ദർശനം ഈ കമ്പനിക്ക് ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാ അംഗങ്ങൾക്കും അവരുടെ സാമ്പത്തികമായ സുരക്ഷിതത്വം, അഭിവൃദ്ധി എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി പ്രൊമോട്ട് ചെയ്യുന്ന ഐഡിയ. അവരുടെ ജീവിതം വളരെ എന്തൂസിയാസ്റ്റിക്കും സന്തോഷം കൊണ്ടും അഭിവൃദ്ധി കൊണ്ടും നിറഞ്ഞതാവുക എന്നുള്ളതാണ് കമ്പനി പ്രൊമോട്ട് ചെയ്യുന്ന ആശയം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഓൺലൈൻ ലിമിറ്റഡ് കമ്പനി എന്ന പേരിൽ നമ്മൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് കയറി വരിക, ഓൺലൈൻ കമ്പനികളെല്ലാം നമ്മുടെ നാട്ടിലുണ്ടായപ്പോൾ സൂപ്പർ മാർക്കറ്റുകളും അല്ലെങ്കിൽ മെഗാ സൂപ്പർ മാർക്കറ്റുകളും ഒക്കെ ഉണ്ടായപ്പോൾ നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള നാട്ടിലെ കച്ചവടക്കാരാണ് ഏറ്റവും കൂടുതൽ അതിൽ ബുദ്ധിമുട്ടിയിട്ടുള്ളത് നമുക്കറിയാം. ഇതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന സൗകര്യങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവൈൽ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഈ കമ്പനി ചെയ്യുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകളിൽ അവരുടെ ആവശ്യങ്ങൾ നമ്മൾ നിറവേറ്റി കൊടുക്കുന്നു എന്നുള്ള ഒരു വലിയ ഒരു ദൗത്യമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ ഈ ഒട്ടിപ്പൊളിഞ്ഞു പോയിട്ടുള്ള പലചരക്ക് കടകളും സാധാരണ ഗ്രാമീണ മേഖലയിലെ കച്ചവടക്കാരുടെയും ജീവിതത്തിൽ
ഒരു വലിയ ഒരു ജീവിതം അവർക്ക് നൽകാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് കഴിഞ്ഞു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അവർക്കും വേണ്ടുന്ന ഒരു സൗകര്യവും സാഹചര്യവും കമ്പനി ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ലോക്കലായിട്ടുള്ള ഗ്രാമീണ വെൻഡേഴ്സ്, ഗ്രാമ തലങ്ങളിലുള്ള കച്ചവടക്കാര്, വ്യാപാരികളും അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനുമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ശരിക്കും ഒരു മാതൃകാപരമായിട്ട് ബൈബിൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുതന്നെ നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തമാക്കാനും നമ്മുടെ ദേശീയത എന്ന് പറയുന്ന ആശയം വളരെ സജീവമാക്കാനും സഹായകമാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അങ്ങനെ ആ ഒരു മിഷൻ അതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയെ ലോകത്തെ ഒന്നാമത്തെ രാജ്യമാക്കി മാറ്റുമ്പോൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ കൈകളിലുള്ള പർച്ചേസിംഗ് കപ്പാസിറ്റി, അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഓരോ ജനത്തിന്റെ കൈ നിറയെ പണമുണ്ടെങ്കിൽ മാത്രമേ സാധനങ്ങൾ വാങ്ങാനുള്ള ശേഷി ഉണ്ടാവുകയുള്ളൂ. അത് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിഷൻ. അതുകൊണ്ട് തന്നെ ലോക രാജ്യങ്ങളുടെ ഇടയിൽ നമ്മൾ ഒന്നാമത്തെ രാജ്യമായിട്ട് മാറുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ സാധാരണക്കാരും അസാധാരണക്കാരും എന്താ പറയുകയാണെങ്കിൽ എല്ലാ ആൾക്കാരെയും ഒരേ ലെവലിലേക്ക് എത്തിക്കാനുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൈകാര്യം ചെയ്യുന്ന പ്രോഡക്റ്റ് കാറ്റഗറി എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റൈൽസ്, ഗ്രോസറി, വെൽനസ് പ്രോഡക്ട്സ്, സ്പൈസസ് ഐറ്റംസ്, സർവീസസ് ആൻഡ് ഓൾ കൈൻഡ്സ് ഓഫ് പ്രോഡക്ട്സ് എന്നുള്ള ഒറ്റ വാക്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം എന്തുകൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, കോവിഡ് കാലത്ത് പോലും ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ വരുമാനം ഉണ്ടാക്കുന്ന ഒത്തിരി മേഖലകളിലെ ആളുകൾ നൈപുണ്യവും അല്ലെങ്കിൽ കഴിവും ഇൻവെസ്റ്റ്മെന്റും ഇതെല്ലാം നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഏത് മേഖലയിലും നമുക്ക് വിൻ ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിൽ ഈ പറയുന്ന ഒരു സസ്റ്റൈനബിൾ ബിസിനസ് ആയിട്ടുള്ള ഗ്രോസറി എന്ന മേഖലയിൽ യാതൊരു ഇൻവെസ്റ്റ്മെന്റും അതല്ലെങ്കിൽ മുതൽ മുടക്കും നൈപുണ്യം ഒന്നും ഇല്ലാതെ ഒരു സാധാരണക്കാരന് പോലും വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു സൗകര്യമാണ് കമ്പനി ചെയ്തു കൊടുക്കുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണെങ്കിലും സാധനങ്ങൾ വാങ്ങുന്നു. ഈ സാധനങ്ങൾ വാങ്ങുന്നത് നമുക്കറിയാം, നമ്മൾ ഡിജിറ്റൽ ഇന്ത്യ എന്ന രീതിയിലേക്ക് നമ്മൾ മാറി. ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നതിനും സേവനങ്ങൾക്കൊക്കെ ആയിട്ട് ഡിജിറ്റൽ മണി യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ശരിക്കും നമ്മൾ NFC കാർഡ് എന്ന് പറയുന്നത് നിയർ ഫീൽഡ് കണക്ടിവിറ്റി കാർഡ് എന്ന് പറയുന്ന ഒരു കാർഡാണ്. ഇവിടെ നമുക്ക് തൊട്ടടുത്ത കടയിൽ പോയിട്ട് നമുക്ക് വേണ്ടുന്ന സാധനങ്ങളോ സേവനങ്ങളോ നമുക്ക് അക്കൗണ്ട് ലോഡ് ചെയ്തുകൊണ്ട്, അതായത് നമുക്കറിയാം ATM കാർഡ് പോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാങ്കിൽ പോയി നമ്മുടെ പൈസ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ATM കാർഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബാങ്കിൽ അക്കൗണ്ട് പൈസ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ പോലെ ഈ NFC കാർഡിലും നമുക്ക് പൈസ ഉണ്ടായിരിക്കും. അപ്പൊ അത് പ്രകാരം നമുക്ക് പൈസ കൊടുക്കാതെ തന്നെ നമുക്ക് സാധനങ്ങൾ കടകളിൽ നിന്ന് വാങ്ങാനുള്ള സൗകര്യമുണ്ട്. NFC കാർഡ് ഇപ്പോൾ നമുക്ക് ഒരു വെർച്വൽ കാർഡായിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ QR കോഡ് നമുക്ക് സ്കാൻ ചെയ്ത് ഒരു കടകളിലും ഉപയോഗിക്കാനുള്ള സൗകര്യം കൂടി ഉണ്ടെന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇനി NFC കാർഡിന്റെ പാക്കേജുകൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് NFC കാർഡ് വാങ്ങാൻ വേണ്ടിയിട്ട് ശരിക്കും ഏതൊരു സാധാരണക്കാരനും വരാവുന്ന ഒരു സാഹചര്യമുള്ളത്. കാരണം വെറും 1000 രൂപ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു NFC കാർഡിന് നമുക്ക് സ്വന്തമാക്കാം. അപ്പോൾ കമ്പനി എന്താ ചെയ്തു തരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 350 രൂപ വെച്ച് 3 മാസം അദ്ദേഹത്തിന്റെ ഏത് ഫോൺ വേണമെങ്കിലും, ഏത് സിം കാർഡ്, അത് ഇന്ത്യയിൽ ട്രായ് അംഗീകരിച്ചിട്ടുള്ള ഏത് ഓപ്പറേറ്ററുടെയും സിം കാർഡ് പ്രകാരമുള്ള മൊബൈൽ ഫോൺ 350 രൂപ വെച്ച് 3 മാസമായി എന്ന് പറയുമ്പോൾ 1050 രൂപയായി. 1000 രൂപയാണ് അടച്ചിട്ടുള്ളൂ. 1050 രൂപയ്ക്ക് നമുക്ക് അത് ചാർജ് ചെയ്ത് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50 രൂപ ഒരു റീറ്റെയിൽ പ്രോഫിറ്റ് അവിടെ തന്നെ കിട്ടുകയാണ്. ഏതൊരു ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം ഒരു കസ്റ്റമർ എന്ന നിലയിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു ആനുകൂല്യമാണ്. പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ ചാർജിങ്ങിലൊക്കെ 50 രൂപ ലാഭം കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്ത് ഒരു വ്യക്തിക്ക് പോലും ആലോചിക്കാൻ പറയാത്ത ഒരു വരുമാനമാണ് അവിടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി അതോടൊപ്പം തന്നെ ഈ കാർഡ് നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോൾ കമ്പനി ഒരു വ്യവസ്ഥ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ സംബന്ധിച്ചുള്ള 1000 രൂപ വെച്ച് നിങ്ങൾ ഈ 3 പ്രാവശ്യം നിങ്ങൾക്ക് റീചാർജ് ചെയ്ത് തരും. 25 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഈ അഡ്വാൻസ് കാർഡ് വാങ്ങി നിങ്ങളിതിൽ അംഗമായിട്ട് വരുമ്പോൾ 25 ദിവസത്തിനുള്ളിൽ നിങ്ങൾ 2 പേരെ നിങ്ങൾ റെഫർ ചെയ്യുക. 2 പേര് റെഫർ ചെയ്യുക എന്ന് വെച്ചാൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രോ ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക. അങ്ങനെ 2 പേരെ നിങ്ങൾ ഗ്രോ ചെയ്യിച്ച് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഒരു ബിസിനസ് അവസരം കൂടി, കമ്പനി പറയുന്ന ഒരു ബിസിനസ് അവസരം കൂടി ഉപയോഗപ്പെടുത്താം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന സാധനങ്ങൾ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യുകയോ ചെയ്ത്
രൂപ വരെയുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് വാങ്ങാം, അതല്ലെങ്കിൽ റീചാർജ് ചെയ്യാം. ഈ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഒരു എൻട്രി കേഡറിലുള്ള അല്ലെങ്കിൽ ഒരാൾക്ക് വരുന്ന ഒരു വ്യക്തിക്ക് പോലും ഒരു തരത്തിലുള്ള നഷ്ടവും ഉണ്ടാകുന്നില്ല എന്നത് അടിവരയിട്ട് മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ NFC കാർഡിൽ നമുക്കറിയാം പൈസ ലോഡ് ചെയ്യണം. NFC കാർഡിൽ നമുക്കറിയാം ATM കാർഡിൽ നമ്മൾ പൈസ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് ഉപയോഗിച്ച് പിൻവലിക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് 2000 രൂപ നമുക്ക് ഇതിലേക്ക് നമുക്ക് ഓരോ ഘട്ടത്തിലും ഇത് പൈസ നമുക്ക് ടോപ്പ് അപ്പ് ചെയ്യാനുള്ള അവസരമാണ്. അപ്പോൾ നമുക്ക് 2000 രൂപ വെച്ച് നമുക്ക് ടോപ്പ് അപ്പ് ചെയ്താൽ ഒരു 3000 രൂപ എന്ന നമുക്ക് മൊത്തം നിലയിലേക്ക് ആവും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ കാർഡ് ഉപയോഗിച്ച് നമുക്ക് 3000 രൂപ വരെയുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങാം. അതോടൊപ്പം തന്നെ ഡിസ്കൗണ്ട് വോച്ചറും കിട്ടും. ഇനി നമുക്ക് കൂടുതൽ സാധനങ്ങൾ വാങ്ങണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് 5000 രൂപയിലേക്ക് അടുത്തൊരു 2000 രൂപ കൂടി നമുക്ക് മുടക്കി ടോപ്പ് അപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ശരിക്കുമുള്ള NFC കാർഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു 5000 റുപ്പീസ് ആണ്. പക്ഷെ അതിൽ ഉപയോഗിക്കാവുന്ന, അതിലൂടെ വാങ്ങാവുന്ന സാധനങ്ങളുടെ വില എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വലിയ വലിയ രീതിയിലുള്ള തുകകളുണ്ട്. അത് ഞാൻ ഇതിന്റെ ഈ പ്ലാനിന്റെ അവസാന ഘട്ടത്തിൽ ഞാൻ വ്യക്തമാക്കി തരാം. എന്തായാലും 5000 രൂപയുടെ കാർഡ് ടോപ്പ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡിസ്കൗണ്ട് വൗച്ചറും കിട്ടും. നമ്മുടെ NFC കാർഡിന്റെ വാല്യൂ 5000 മാറും. ഇനി എന്താണ് ഈ NFC കാർഡിന്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു 10000 രൂപയെ സംബന്ധിച്ച് നമ്മളൊരു വ്യക്തി നമ്മൾ സാധനങ്ങൾ ഒരു മാസം വാങ്ങിക്കുകയാണെങ്കിൽ അത് കമ്പനി ആയിരിക്കും പേ ചെയ്യുക. നമ്മൾ ഈ കാർഡ് വെച്ച സാധനങ്ങൾ വാങ്ങുമ്പോൾ പേയ്മെന്റ് നടത്തുന്നത് കമ്പനി ആയിരിക്കും. അപ്പോൾ അതിന്റെ ഒരു മാർജിൻ വെച്ച് ഏറ്റവും കുറഞ്ഞ രീതിയിൽ നമുക്ക് ഏറ്റവും നല്ല സാധനങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കിട്ടുമെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം. ഒരു 5% നമുക്ക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മാർജിൻ കിട്ടും. ഈ 5% എന്ന് പറയുന്നത് നമ്മുടെ ഓരോ മെമ്പർമാർക്കും നമുക്ക് വീതിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു 12 രൂപ 50 പൈസ വെച്ച് 1,00,000 പേരുള്ള ഒരു ഗ്രൂപ്പിലെ ഒരു ഫാമിലിയിൽ 12,50,000 രൂപ വരെ ഒരു വ്യക്തിക്ക് ഏൺ ചെയ്യാനുള്ള ഒരു അവസരം ഒരു സ്മാർട്ട് വർക്കായിട്ട് കമ്പനി അവതരിപ്പിക്കുകയാണ്. ദിസ് ഇസ് നോട്ട് എ ഹാർഡ് വർക്ക്, ദിസ് ഇസ് സ്മാർട്ട് വർക്ക് ഇൻ ദ ഡിജിറ്റൽ വേൾഡ്. നമ്മളുടെ ഈ ഡിജിറ്റൽ യുഗത്തിൽ ശരിക്കും വിരൽത്തുമ്പുകളുടെ ലോകം ഭരിക്കുമ്പോൾ, അടക്കി ഭരിക്കുമ്പോൾ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ജോലി ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഇന്ന് പല കുട്ടികളും വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള IT പ്രൊഫഷണൽസ് ഒക്കെ ഇതൊരു ന്യൂജൻ ഒരു സ്റ്റാർട്ടപ്പ് ആയിട്ട് തന്നെ ഇതിനെ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൽ വരുമാനം നാം പറഞ്ഞപ്പോൾ ഇന്ത്യയിൽ നമുക്ക് ട്രായുടെ കീഴിലുള്ള ഏത് മൊബൈൽ ഫോൺ വേണമെങ്കിലും ചാർജ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഉദാഹരണമായിട്ട് ജിയോ, എയർടെൽ അല്ലെങ്കിൽ വോഡാഫോൺ, BSNL ആയിട്ടുള്ള കുറച്ച് ബെനിഫിറ്റ്സ് ഇതിലുണ്ട്. അത് ഞാൻ പറഞ്ഞ റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ട്, റെഫറൽ ബോണസ് ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടർ ബോണസ് ഉണ്ട്, ഇൻസ്റ്റന്റ് മാച്ചിങ് ബോണസ് ഉണ്ട്. ദെൻ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്. അത് ഓട്ടോമാറ്റിക് റീബർത്ത്, ഓട്ടോമാറ്റിക് മാച്ചിങ് ബോണസ്, പെർഫോമൻസ് ബോണസ്, മാജിക് ബോണസ് ആൻഡ് ഇ-കൊമേഴ്സ് ബോണസ് എന്നാണ്. ഇത് ഇംഗത്തിന്റെ കാര്യങ്ങളായതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് ഓടിച്ചു പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ കാണിച്ചു തരുമ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാവുക. ഇനി ഇതിന് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളത്. എങ്ങനെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യും എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ നാട്ടിലെല്ലാം കൂട്ടായ്മകളുണ്ട്. എവിടെ നോക്കിയാലും നമുക്ക് ഓർഗനൈസേഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ട്, കുടുംബയോഗം എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടായ്മയാണ്. ഇപ്പോൾ അതുപോലെ തന്നെ പല ഓർഗനൈസേഷൻസ് നമ്മുടെ കൂട്ടായ്മയാണ്. എന്ന് പറഞ്ഞ പോലെ ബൈബൽ ഫാമിലി എന്ന് പറയുന്നതും ഒരു കൂട്ടായ്മയാണ്. അങ്ങനെ എങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരൊറ്റ കാര്യമേ ഉള്ളൂ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 18 വയസ്സ് പൂർത്തിയായിരിക്കണം എന്ന് പറയുന്ന ഒരു യോഗ്യത മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. ബാക്കി കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഇത് ആരോട് വേണമെങ്കിലും റെഫർ ചെയ്യാം. റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഏറ്റവും കൂടുതൽ ഇതിലേക്ക് ആളുകൾ ഇരച്ചു കയറാനുള്ള കാരണം ഒരാളോട് ഈ ഐഡിയ നിങ്ങൾ റെഫർ ചെയ്ത് അദ്ദേഹവും ഒരു NFC കാർഡ് ഒരു 1000 രൂപ കൊടുത്തിട്ട് പർച്ചേസ് അഡ്വാൻസ് കൊടുത്ത് അത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരാളെ റെഫർ ചെയ്തു എന്നതിന്റെ പേരിൽ നിങ്ങൾക്ക് ഒരു 500 രൂപ കിട്ടും. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര പേരെ വേണമെങ്കിലും നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഐഡിയ. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു ഫോൺ, നിങ്ങൾക്ക് 1000 രൂപയ്ക്ക് ഫോൺ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ മുടക്കിയതിൽ 1050 രൂപയ്ക്ക് ചാർജ് ചെയ്ത് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരാൾക്കും ലാഭമേ ഉള്ളൂ. അങ്ങനെ വേണമെങ്കിൽ എത്ര ആൾക്കാരോട് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 100 അല്ല 1000 അല്ല അത്രയും ആൾക്കാരോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കിട്ടാൻ പോകുന്ന തുകയൊന്ന് ആലോചിച്ച് നോക്കുക. അതൊക്കെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, നമ്മളുടെ ഒരു ഹാർഡ് വർക്ക് എന്നുള്ള രീതിയിലേക്ക് വേണ്ടി വരും. നമ്മളിത് സ്മാർട്ട് വർക്ക് ആയതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന തുകയൊക്കെ നമുക്ക് വെറും 2 ടീമിനെ ബിൽഡ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കാനുള്ള സൗകര്യം കൂടിയുണ്ട്. ഇതൊരു ഒരു റഫറൽ ബോണസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ 2 വശം എന്ന് പറഞ്ഞ പോലെ A ടീം ആൻഡ് B ടീം 2 ഭാഗം എന്ന് പറഞ്ഞ പോലെ ഒരു സ്ട്രക്ചർ ബിൽഡ് ചെയ്ത് പോവുകയാണ്.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ അൺലിമിറ്റഡ് റെഫറൽ ബോണസ് ആണ് നമുക്ക് കിട്ടുന്നത്. എത്ര പേരെ നിങ്ങൾ റെഫർ ചെയ്താലും നിങ്ങൾക്ക് 500 രൂപ വെച്ച് കിട്ടും. എ ടീമിൽ ഒരു വ്യക്തി ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 500 രൂപ കിട്ടും. ബി ടീമിൽ ഒരാളെ റെക്കമെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 500 രൂപ കിട്ടും. പക്ഷേ ഇത് നമുക്ക് കയ്യിൽ കിട്ടണമെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു ക്രൈറ്റീരിയ ഉള്ളൂ. നിങ്ങൾ രണ്ട് പേരെ സ്പോൺസർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ എമൗണ്ട് റിലീസ് ചെയ്യാൻ പറ്റൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ മിനിമം ബാങ്ക് അക്കൗണ്ടിൽ ഒരു 600 രൂപയെങ്കിലും വരുമാനമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ പൈസ കാരണം ഇപ്പൊ നമുക്കറിയാം ഇന്നിപ്പോ സീറോ ബാലൻസ്ഡ് ആയിട്ടുള്ള അക്കൗണ്ടുകളൊക്കെ വളരെ കുറവാണ്. മിനിമം ബാലൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ബാങ്കുകളൊക്കെ വളരെ കർശനമായിട്ടുള്ള വിലകളിലേക്ക് പോകുന്നതുകൊണ്ട് മിനിമം ബാലൻസ് ഇല്ലാതെ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിലും വളരെ കുറഞ്ഞ രീതിയിൽ ഒരു 600 രൂപയെങ്കിലും വേണമെന്ന് പറയാൻ കാരണം. ഇനി ഡിസ്ട്രിബ്യൂട്ടർ ബോണസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നിങ്ങളുടെ 2 ടീം നിങ്ങൾക്ക് വരുന്നു, നിങ്ങൾ 2 പേരെ അല്ലെങ്കിൽ 2 പേരെ റെഫർ ചെയ്യുന്നു, അവർക്കും ആളുകളെ റെഫർ ചെയ്യാം. അങ്ങനെ നല്ല നല്ല കാര്യങ്ങളാണെങ്കിൽ, നല്ലൊരു സിനിമ കണ്ടാൽ നമ്മൾ നമ്മുടെ ആളുകളോട് പറയുമെന്ന് പറഞ്ഞ പോലെ നല്ല നല്ല കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ആരോട് വേണമെങ്കിലും പോയി പറയും. അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ പോയി പറയുന്നത് വഴി നിങ്ങൾക്ക് 2 അത് ഒരു ടീമായിട്ട് വരേണ്ടി 4, 8, 16, 32, 64, 128, 256 അങ്ങനെ ഒരു 8 സെഗ്മെന്റ് എത്തിക്കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ടീമിൽ മൊത്തം നിങ്ങളടക്കം ഒരു 510 പേര് ഉണ്ടായിരിക്കും. ഈ 510 പേരിൽ നിന്ന് നിങ്ങളെ കൂടാതെ വരുന്ന ഇതാണ്. ഈ 510 പേരിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 100 രൂപ വെച്ച് ഓരോ വ്യക്തികളിൽ നിന്നും ഒരു 100 രൂപ വെച്ച് 51,000 രൂപ വരെ ഡിസ്ട്രിബ്യൂട്ടർ ബോണസ് എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടും. ഇതിനും നമുക്ക് വേണ്ടുന്ന ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞു. മിനിമം 2 പേരെ നമ്മൾ റെക്കമെൻഡ് ചെയ്യണം. അതേപോലെ തന്നെ നമുക്ക് മിനിമം വിഡ്രോവൽ ചെയ്യാവുന്ന തുക 600 രൂപയാണ്. ഇനി അടുത്തതായിട്ട് മാച്ചിങ് ബോണസ് എന്ന് പറയും. മാച്ചിങ് ബോണസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ വാക്കിൽ തന്നെ ഉണ്ട്, മാച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ബോണസ് ആണ് മാച്ചിങ് ബോണസ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന യോഗ്യത എന്ന് പറയുന്നത്, നിങ്ങൾ 1000 രൂപയുടെ പർച്ചേസ് അഡ്വാൻസിൽ നിന്ന് നിങ്ങൾ കുറച്ചുകൂടി ബിസിനസ് ചെയ്ത് വരുമ്പോഴാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ NFC കാർഡ് ലോഡ് ചെയ്ത് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഈ മാച്ചിങ് ബോണസ് നടക്കാതെ വരിക. നിങ്ങളുടെ NFC കാർഡിലെ വാല്യൂ 3000 രൂപയായിട്ട് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മാച്ചിങ് ബോണസിനുള്ള നിങ്ങൾ എലിജിബിളായി. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഓരോ ടീമിലും, നിങ്ങളുടെ A ടീം അല്ലെങ്കിൽ B ടീം 2 ഭാഗത്തും ഇതേപോലെ തന്നെ നിങ്ങളെപ്പോലെ തന്നെ മാച്ച് ചെയ്തിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ, ഒരു ജോഡി അല്ലെങ്കിൽ 2 പേര് ആ സൈഡിലും ഈ സൈഡിലും ഓരോരുത്തർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന 1000 രൂപ നമുക്ക് മാച്ചിങ് ബോണസ് എന്ന് പറഞ്ഞുകൊണ്ട് വരും. നമ്മളെപ്പോലെ തന്നെ അവിടെ മാച്ച് ചെയ്തു. അങ്ങനെ വരുമ്പോൾ നമുക്ക് പിന്നെ വേറൊരു എമൗണ്ട് കൂടി തരും. നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിൽ ഇതുപോലെ കുറെ ആളുകൾ നിങ്ങളുടെ കീഴെ മാച്ച് ചെയ്ത് വന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പരമാവധി ഒരു 5 പെയർ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ഒരു 1000 രൂപ വെച്ച് 5 പേർക്ക് 5000 രൂപയായി. ഒരു മാസം വേണമെങ്കിൽ ഡെയിലി 5000 രൂപയാണ് കിട്ടുകയുള്ളൂ. ഒരു മാസം 1,50,000 രൂപ നിങ്ങൾക്ക് കിട്ടും. ഇനി രണ്ടാമത്തെ മാച്ചിങ് ബോണസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ സാധനങ്ങൾ വാങ്ങിച്ച് നിങ്ങളുടെ NFC കാർഡിന്റെ വാല്യൂ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അത് 3000-ൽ നിന്നും അടുത്ത 2000 കൂടി കൂട്ടി 5000 രൂപയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പദവി അല്പം കൂടി ഉയരുകയാണ്. കാരണം നിങ്ങൾക്ക് വരുമാനം കിട്ടാനുള്ള നിങ്ങളുടെ ആ എബിലിറ്റി അല്പം കൂടി കൂടുന്നു. ഇതേപോലെ തന്നെ 3000 രൂപയോ 5000 രൂപയോ എത്ര രൂപയുടെ ആണെങ്കിലും നിങ്ങളുടെ A ടീമിലും B ടീമിലും ആളുകൾ റെഫർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അത് പെയറായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോന്നിനും നിങ്ങൾക്ക് ഇതേപോലെ ഓരോ പെയറിനും 1000 രൂപ വെച്ച് നിങ്ങൾക്ക് മാച്ചിങ് ബോണസ് കിട്ടും. പക്ഷേ നിങ്ങൾക്ക് 5000 രൂപയിൽ അപ്ഗ്രേഡ് ചെയ്യപ്പെട്ട വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരു പദവിയുണ്ട്. നിങ്ങൾക്ക് മാക്സിമം ഒരു ദിവസം 10 പെയർ എന്ന് വെച്ചാൽ 10,000 രൂപ പെയർ ബോണസ് കിട്ടും. അങ്ങനെ ഒരു മാസം നമുക്ക് ഓരോ ദിവസവും 10,000 രൂപ വെച്ചാണെങ്കിൽ 3 ലക്ഷം രൂപ വരെ കിട്ടാനുള്ള സാഹചര്യമുണ്ട്. ഇതാണ് ഈ ബിസിനസ്സിലെ അത്ഭുതകരമായിട്ടുള്ള പ്ലാനുകൾ. ഇനി നമുക്ക് അതൊക്കെ മാച്ചിങ് ബോണസ് എന്ന് പറയുന്നതാണെങ്കിൽ, എന്നെ ഈ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ നിലനിർത്താനും ആകർഷിപ്പിക്കാനും ഒക്കെ ഇട്ട കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. RA വാലറ്റ് എന്ന് പറയും. വാലറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതിനറിയാം, അത് റിപ്പീറ്റഡ് അലവൻസ് വാലറ്റ്സ് ആണ്. എന്ന് വെച്ചാൽ ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്ന അലവൻസുകളാണ് അതിൽ നിറയുള്ളത്. നമ്മുടെ വീട്ടിലെ ഒരു നിധി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ സ്വന്തം അക്കൗണ്ട് എന്നും നിറഞ്ഞുകൊണ്ടേയിരിക്കുന്ന രീതിയിൽ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്കൊരു സ്വാശ്രയശീലം, കിട്ടുന്ന പൈസ മുഴുവൻ നമുക്ക് അപ്പോഴേ അടിച്ചു പൊളിക്കുക എന്നുള്ള രീതിയല്ല. നമ്മളത് ശേഖരിച്ച് നമുക്ക് വലിയൊരു എമൗണ്ട് ആയിട്ട് മാറുന്നതിനുള്ള മിതഭയം, സ്വാശ്രയശീലം, സമ്പാദ്യം, എങ്ങനെയുള്ള സ്വഭാവ ഗുണങ്ങളൊക്കെ ആളുകളിൽ സന്നിവേശിപ്പിക്കാൻ കൂടി പര്യാപ്തമാണ് ഈ RA വാലറ്റിന്റെ പ്രോജക്റ്റ്. ഇവിടെ നമുക്കറിയാം, ഇത് നിയമപരമായിട്ടുള്ള ഒരു ബിസിനസ് ആയതുകൊണ്ട് നമുക്ക് കിട്ടുന്ന വരുമാനത്തിന് നമ്മൾ നികുതി കൊടുത്തേ പറ്റൂ. TDS 5% TDS നമ്മുടെ വരുമാനത്തിൽ നിന്ന് പിടിക്കും. അതുപോലെ റിപ്പീറ്റഡ് അലവൻസ് വാലറ്റിലേക്ക് നമ്മുടെ വരുമാനത്തിന്റെ ഒരു 25% നമ്മളുടെ ഫണ്ടായിട്ട് നമുക്ക് എടുക്കും. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പാകത്തിന് നമുക്ക് ഫണ്ടായിട്ട് എടുക്കും. അതുപോലെ തന്നെ അപ്പോൾ 1000 രൂപയാണ് നമ്മുടെ ഈ പറഞ്ഞ RA വാലറ്റിൽ വരുന്നതെങ്കിൽ നമ്മുടെ TDS 50 രൂപ കഴിച്ച്
നമ്മുടെ ആറേ വാലറ്റിലേക്ക് പോകുന്നത് 250 രൂപയായി. അതേപോലെ തന്നെ 2000 രൂപയാണ് മൊത്തം വരുമാനമെങ്കിൽ നമുക്കറിയാം 5% TDS കഴിക്കുമ്പോൾ 100 രൂപയായി. അത് നമ്മുടെ ആറേ വാലറ്റിലേക്ക് നമുക്ക് 2000 രൂപയുടെ 25% എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 500 രൂപ ആറേ വാലറ്റിലേക്ക് പോകും. അങ്ങനെ ആറേ വാലറ്റിലേക്ക് പോകുന്നത് കൊണ്ട് എന്താണ് ഇനി ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ജീവിതത്തിലെ പുനർജന്മം എന്ന് പറഞ്ഞത്. എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നുണ്ട് ഈ ജീവിതം ഒരു പുനർജന്മം, നല്ലൊരു ജന്മം കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ഇത് ഈ ബിസിനസ്സിൽ വരുമ്പോൾ മാത്രമാണ് ശരിക്കും നിലവിലുള്ള ജീവിതത്തിൽ തന്നെ ഒരു പുനർജന്മം കിട്ടുന്ന ഒരു സാഹചര്യം പറ്റുക. അതായത് ഇത് നമ്മുടെ ആറേ വാലറ്റിൽ 2500 രൂപയാകുന്നു, അന്ന് നമുക്ക് ഒരു പുനർജന്മം കമ്പനി തരിക. എങ്ങനെ? നമുക്ക് റീചാർജ് ചെയ്യാൻ വേണ്ടി, ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടോ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടോ നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 1000 രൂപ റീചാർജ് അലവൻസ് എന്ന് പറഞ്ഞ ഈ 2500 രൂപയിൽ നിന്ന് എടുത്ത് നമുക്ക് തരും. അതേപോലെ റഫറൽ ബോണസ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം, ഒരാളെ നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ 500 രൂപ വെച്ച് കിട്ടുമെന്ന് പറഞ്ഞല്ലോ. എന്ന് പറഞ്ഞ പോലെ നമുക്ക് റെഫറൽ ബോണസ് ആയിട്ട് ഒരു 500 രൂപ വേറെയും കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർ ബോണസ് ആയിട്ട് ഒരു 800 രൂപ. ഇത് ഒരു വലിയൊരു സേവനമാണ്. കാരണം നമ്മളോടൊപ്പം നമ്മളെ ചേർത്ത് പിടിച്ച് നമ്മളെ വളർത്തി വലുതാക്കി വന്ന ആളുകളുടെ കീഴെയാണ് നമുക്കൊരു പൊസിഷൻ കിട്ടുന്നത്. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ പറയുന്നത് അപ്ലൈൻ എന്ന് പറയുന്ന രീതിയിൽ നിന്ന് മാറി നമ്മളെ എല്ലാ ആൾക്കാരോടും നമ്മളുടെ എന്താണ് ഡൗൺലൈൻ എന്നും പറയാൻ പറ്റില്ല, നമ്മൾ എല്ലാവരുടെയും കീഴേ വന്നു നിന്ന് നമ്മളെല്ലാവരെയും സഹായിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തുന്നു. എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന പൊസിഷനിൽ നിന്ന് 8 ലെവൽ മുകളിലേക്ക് നമുക്ക് ഓരോ സെഗ്മെന്റിലും നമുക്ക് 100 രൂപ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ മാജിക് ക്ലബിലേക്ക് ഒരു 200 രൂപ പോകും. അടുത്തൊരു മാജിക് പൂൾ എന്ന് പറയുന്നത് ഒരു നമ്മുടെ ജീനിയോളജി ഗ്ലോബൽ ആണ്. അതിനെപ്പറ്റി ഞാൻ പിന്നീട് വിശദീകരിക്കുന്നതാണ്. ഇനി ഓട്ടോമാറ്റിക് മാച്ചിങ് ബോണസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇനി 2500 രൂപ കഴിഞ്ഞ് പിന്നെ ഓരോ വരുമാനം വരുന്ന വഴി 10,000 വരണമെങ്കിൽ വീണ്ടും 2500 അത് 4000 എത്തിക്കഴിഞ്ഞാൽ, അതായത് ഒരു റീബർത്ത് കഴിഞ്ഞ് പിന്നെ അടുത്തത് നമ്മുടെ ആറേ വാലറ്റിൽ 4000 എന്നാകുന്നു. അന്ന് നമുക്ക് നമ്മുടെ റീബർത്ത് ID വീണ്ടും നമ്മുടെ ഇതായിട്ട് നമ്മൾ റീബർത്ത് ID നമ്മൾ എന്ത് ചെയ്യുന്നു, ടോപ്പപ്പ് ചെയ്യുന്നു. അതോടൊപ്പം ഒരു 1000 രൂപ നമുക്ക് ബോണസ് ആയിട്ട്, മാച്ചിങ് ബോണസ് ആയിട്ട് വേറെയും കിട്ടുന്നു. ഇനി അത്ഭുതകരമായിട്ട് തോന്നുന്ന വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 2, 4, 8, 16, 32, 64, 128, 256, 512, 1024, 2028 അങ്ങനെ നമ്മളങ്ങ് പോയിക്കൊണ്ടിരിക്കും. അതങ്ങ് പോകുന്ന ലെവലിൽ നമുക്കൊരു 16 ലെവല് വരെ നമുക്കിതങ്ങ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പെർഫോമൻസ് ബോണസ് എന്ന് പറയുന്ന വേറൊരു ഇൻകം, നമുക്ക് 8 ലെവല് വരെ നമ്മളുടെ ഡിസ്ട്രിബ്യൂട്ടർ ബോണസ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ 17 ലെവലിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 16 ലെവലിലും നമ്മൾക്കും കൂടിയിട്ട് 100 രൂപ വെച്ച് ഒരു 1700 രൂപ നമുക്ക് ഈ പറയുന്ന സമയത്ത് നമുക്ക് തരികയാണ്. അതായത് നമ്മുടെ ആറേ വാലറ്റിൽ നമുക്ക് 1700 രൂപയാകുമ്പോഴേക്കും നമുക്ക് പെർഫോമൻസ് ഇൻസെന്റീവ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് 1700 രൂപ നമുക്ക് നമ്മുടെ കീഴിലുള്ള ആളുകൾക്കും ഒക്കെ കിട്ടുകയാണ്. അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ച് ഈ ആളുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ അത്ഭുതകരമായിരിക്കും. ഈ 16 ലെവലൊക്കെ വരുമ്പോഴേക്കും 2, 4, 8 ഞാനത് കൂട്ടി പറഞ്ഞപ്പോൾ ഏകദേശം 1,31,070 മെമ്പേഴ്സ് ഈ 16 ലെവലാകുമ്പോഴേക്കും നമ്മുടെ ടീമിലെത്തിയിട്ടുണ്ടാവും. അവരിൽ നിന്ന് എല്ലാം 100 രൂപ നിങ്ങൾക്ക് കിട്ടിയാൽ എത്രയായിരിക്കും നിങ്ങളൊന്ന് കണക്ക് കൂട്ടി നോക്കുക. 1,31,00,000 രൂപയാണ്. നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. 1,31,00,000 രൂപ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് 5% നമ്മുടെ ടാക്സിലേക്ക് വരും. എന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ എക്സ്ചെക്കറിലേക്ക് വരും. രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തുകയായിട്ട് നമ്മൾ എല്ലാവരും നികുതിദായകരായിട്ട് മാറുന്ന ഒരു കാലം. അതേപോലെ തന്നെ നമുക്കൊരു 73 ലക്ഷം രൂപയോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ റീചാർജ് റിപ്പീറ്റഡ് അലവൻസ് എന്ന് പറയുന്ന ആറേ വാലറ്റിലേക്ക് 25% പോയിട്ടുണ്ടെങ്കിൽ എത്ര രൂപ ഉണ്ടാവും നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഏകദേശം 13, 5, 60, 11, എത്രയാണ് 26, 6, 32 ഏകദേശം അത്രയോളം രൂപ നമ്മുടെ ആറേ വാലറ്റിലേക്ക് 32 ലക്ഷം രൂപയോളം പോയിട്ടുണ്ടാകും. അത് കഴിഞ്ഞ് 73 ലക്ഷം രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടാകും. നമ്മുടെ ഈ പറയുന്ന ബാങ്ക് അക്കൗണ്ടിൽ വരുന്നതിന്റെ 20% ഇ കൊമേഴ്സിലേക്ക് പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 18 ലക്ഷത്തിൽ പരം രൂപ നമ്മുടെ ഇ കൊമേഴ്സ് വാലറ്റിലേക്ക് വന്നിട്ടുണ്ടാകും. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് സ്വർണം എടുക്കുന്നതിനോ വണ്ടി എടുക്കുന്നതിനോ വേറെ എന്തിനു വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഇ കൊമേഴ്സ് വാലറ്റ്, നമ്മുടെ NFC കാർഡ്, നമുക്ക് ഫിസിക്കൽ കാർഡ് തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏത് സാധനം വേണമെങ്കിലും വാങ്ങിക്കാവുന്ന ഒരു അവസരം കൂടിയുണ്ട്. ഇനി ഈ മാജിക് ബോണസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഞാൻ ആദ്യം പറഞ്ഞ 200 രൂപ നമ്മുടെ ഗ്ലോബൽ പൂളിലേക്ക് വരികയാണ്. അതിന് നിങ്ങൾക്ക് വേണ്ടുന്ന 2 ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ ഒന്ന്, നിങ്ങൾ 2 പേരെ സ്പോൺസർ ചെയ്യുക എന്ന് പറയുന്ന കാര്യമുള്ളൂ. ഇത് 2 പേരെ സ്പോൺസർ ചെയ്യാൻ മടിയുള്ള ആൾക്കാർക്ക് അവനവന് തന്നെ വേണമെങ്കിൽ 2 ID കൂടി എടുക്കുക. എന്ന് വെച്ചാൽ ഒരു ട്രൈപോഡിൽ എൻട്രി ചെയ്തിട്ട് വന്നാലും അദ്ദേഹം ഇത് ക്രൈറ്റീരിയക്ക് എലിജിബിൾ ആണ്. അങ്ങനെ ഇതിലൂടെ ഒരു 9,000 ഒരു ID യിലൂടെ നമുക്കറിയാം ഇതൊരു ട്രൈനറിയാണ്. നമുക്ക് 19
1, 3, 9, 27, 83 അങ്ങനെ ഒരു കണക്കിൽ നമ്മളിത് പോയി കഴിയുമ്പോൾ ഒരു 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 എത്ര ലെവലിലേക്ക് നമുക്ക് TDS-ഉം അതുപോലെ 25% നമ്മുടെ എന്താണ് RA വാലറ്റിലേക്ക് പോകുന്ന പൈസയും കഴിഞ്ഞ് ബാക്കി വരുന്ന തുക ഏകദേശം 2,75,000 രൂപയോളം വരും. ആ തുകയിൽ നിന്ന് ഒരു 50,000 രൂപ എടുത്ത് നമ്മളെ സ്പോൺസർ ചെയ്ത വ്യക്തിക്ക് സമ്മാനമായിട്ട് കൊടുക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു ഗുരുദക്ഷിണ എന്ന രീതിയിൽ കിട്ടുന്ന ഒരു തുകയാണ്. അതിന് പുറമെ 2,25,520 രൂപ നമ്മൾക്ക് മാജിക് ബോണസിൽ നിന്നും കിട്ടും. നമ്മളെ സംബന്ധിച്ചുള്ള ഇത്തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒന്നും ലോകത്ത് ഒരു കമ്പനി പോലും ഇതുവരെയും പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ബൈബിൾ ക്യാൻ ഡു ദിസ് തിങ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓൺലി ബൈബിൾ. ഇനി രണ്ടാമത്തെ കാര്യം നമുക്ക് ഇനി ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പറയുന്നത് ഇ-കൊമേഴ്സ് ആണ്. ഞാൻ ഈ പറഞ്ഞതൊന്നും ബിസിനസ് അല്ല എന്ന് പറയേണ്ട രീതിയിലേക്ക് വരും. കാരണം ഇനിയാണ് നമ്മളുടെ ശരിയായിട്ടുള്ള ബിസിനസ്സുകൾ. കാരണം നാട്ടുകാരെ അവരുടെ പർച്ചേസിങ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയ സഹായമാണ് ഇ-കൊമേഴ്സ് വാലറ്റിലൂടെയുള്ള പർച്ചേസ്. ഒരാളുടെ ഏണിങ്സ് 1000 രൂപയാണെങ്കിൽ അതിന് 5% TDS 50 രൂപ പോകുന്ന ഞാൻ പറഞ്ഞു. RA വാലറ്റിലേക്ക് 25% 250 രൂപ വരുമെന്ന് പറഞ്ഞു. നെറ്റ് ബാലൻസ് 700 രൂപയാണ്. അതിന്റെ 20% അതായത് 140 രൂപ നമ്മുടെ ഇ-കൊമേഴ്സ് വാലറ്റിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് ബാക്കി 560 രൂപയാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുള്ളത്. ഞാൻ ആ 1,31,000 ആളുകൾ വരുമ്പോൾ നമുക്ക് 1 കോടിയിൽ പരം രൂപ കിട്ടുകയും നമ്മുടെ RA വാലറ്റിലേക്ക് പോകുന്ന പൈസയും അത് കഴിഞ്ഞ് 20% പറഞ്ഞ ആ 18 ലക്ഷം രൂപയും ഇതേ മാനദണ്ഡം വെച്ച് ഞാൻ പറഞ്ഞതാണ്. ഇനി ഇ-കൊമേഴ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം മന്ത്ലി പർച്ചേസ് ആയിട്ട് ഒരു കുടുംബത്തിന്റെ ഒരു അണുകുടുംബത്തിന്റെ പർച്ചേസ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 4 പേരുള്ള 2 കുട്ടികളും മാതാപിതാക്കളും ഉള്ള ഒരു കുടുംബത്തിന് തന്നെയാണെങ്കിലും നമുക്കറിയാം പെട്രോൾ എല്ലാ സാധനങ്ങളും പാലടക്കമുള്ള എല്ലാ സാധനങ്ങളും നിത്യോപയോഗ സാധനങ്ങൾ ഗ്യാസ് എല്ലാം വാങ്ങുന്നതിന് നമുക്കൊരു മാസം മിക്കവാറും ഒരു 10,000 രൂപ ചെലവ് വരുന്ന ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇത് കമ്പനിയുടെ NFC കാർഡ് വഴിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ കമ്പനിക്ക് കിട്ടുന്ന മാർജിൻ ഒരു 5% കൂട്ടിയാൽ പോലും, ഞാൻ 5% കൂടുതൽ മാർജിൻ ഉണ്ട്, ഞാൻ ഏറ്റവും കുറഞ്ഞ് 5% കൂട്ടിയാൽ പോലും നമുക്ക് കമ്പനിക്ക് കിട്ടുന്ന ഒരു 500 രൂപയാണ്. ഈ 500 രൂപയുടെ 50% കമ്പനി നമ്മുടെ ഈ ടീമിലൂടെ വളർന്നു വരുന്ന പല ലീഡേഴ്സിനും വേണ്ടിയിട്ട് പല റാങ്കിലുള്ള ലീഡേഴ്സ്, അതുപോലെ അംബാസഡേഴ്സ്, ക്രൗൺ അംബാസഡേഴ്സ്, അതുപോലെ റീജിയണൽ മാനേജർ, അങ്ങനെ പല രീതിയിൽ വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഫണ്ട് കൊടുക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ടൊരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 250 രൂപ അതിന് മാറ്റിവെക്കും. പിന്നെ നമ്മളെ ഓരോ കടകളിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ആ കച്ചവടം നമുക്ക് കമ്പനിക്ക് വേണ്ടി ചെയ്തു തരുന്ന ആളുകൾക്ക് പ്രത്യേക പ്രോത്സാഹനമായിട്ട് നമ്മളൊരു 10% അവർക്ക് കൊടുക്കും. എന്ന് വെച്ചാൽ ഒരു 50 രൂപ അവർക്ക് പോകും. ദെൻ ബാലൻസ് വരുന്ന 40% എന്ന് പറയുന്നത് 200 രൂപയാണ്. ഈ 200 രൂപ നമ്മുടെ ഓരോ വ്യക്തികൾക്കും ഓരോ നിലയിലുള്ള ഓരോ സെഗ്മെന്റിലുള്ള ആളുകൾക്ക് നമ്മൾ വിതരണം ചെയ്താൽ ഈ 16 ലെവലിൽ നമുക്ക് ഓരോ വ്യക്തികൾക്ക് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ 12 രൂപ 50 പൈസ വെച്ച് നമുക്ക് ഓരോ ലെവലിലും നമുക്ക് കിട്ടും. സാധാരണ നമുക്കിത് നമ്മളെ പലരും പല രീതിയിലാണ് കാണുന്നതെങ്കിൽ ഇവിടെ എല്ലാവരെയും തുല്യരായിക്കൊണ്ട് എല്ലാ നിരയിലുള്ള ആദ്യം വന്നവനും അവസാനം വന്നവനും ഒക്കെ 12 രൂപ 50 പൈസയാണ്. അവിടെ നമ്മൾ യാതൊരു വ്യത്യാസവും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ 1,00,000 കുടുംബങ്ങളുള്ള ഒരു ടീമിന് 1,00,000 മെമ്പേഴ്സ് ഉള്ള ഒരു ലീഡറെ സംബന്ധിച്ചിടത്തോളം 12,50,000 രൂപ ഒരു സ്മാർട്ട് വർക്കായിട്ട് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഇൻ ദ വേൾഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതുപോലൊന്നും ഇ-കൊമേഴ്സ് ഒന്നും ആയിട്ടില്ല. കാരണം 150 കോടി ജനങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ഈ 1,00,000 പേര് വരുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യം നമ്മൾ പറയേണ്ടതില്ല. കാരണം അത്രയ്ക്കും വലിയ രീതിയിലാണ് കാര്യങ്ങൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ പറഞ്ഞു നമ്മുടെ കമ്പനിയിൽ ഇനി ചിലർ ചോദിക്കും എന്തൊക്കെയാണ് ഈ കമ്പനിയിൽ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടുന്ന മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ എന്താണ് നടപടിക്രമങ്ങൾ എന്ന് ചോദിച്ചാൽ നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കേണ്ടതില്ല. നിങ്ങൾ ഇന്ന് ഈ ഐഡിയ ഷെയർ ചെയ്യാൻ വേണ്ടി ക്ഷണിച്ച വ്യക്തിയോട് ചോദിക്കുക എനിക്ക് ഇത് എങ്ങനെയാണ് ഈ NFC കാർഡ് പർച്ചേസ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ വ്യക്തമായിട്ട് പറഞ്ഞു തരും. നിങ്ങൾ ഒരു 1000 രൂപ മാത്രം മുടക്കുക. 1000 രൂപ മാത്രം മുടക്കി നിങ്ങൾ ഇപ്പോൾ അംഗമായിട്ട് വരിക. നിങ്ങൾ ഈ പറയുന്ന എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങാൻ വേണ്ടിയിട്ട് യോഗ്യനായി തീരുക. അതോടൊപ്പം തന്നെ നമുക്ക് ഇന്ന് പല സെഗ്മെന്റ്സ് ഇന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ബൈബിൾ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡേ എന്ന് ഞാൻ പറയും. കാരണം തങ്കലിപികളിൽ കുറിച്ച് വയ്ക്കാവുന്ന ഒരു ദിവസമാണ് ഇന്ന് ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം. ബൈബിളിന്റെ വെൽനസ് പ്രോഡക്ട്സുകളെല്ലാം ഓരോന്നായിട്ട് ഇന്ന് നമ്മുടെ സൈറ്റിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഈ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പേ ഇന്ന് അതിന്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം നമ്മൾ അതുപോലെ എക്സൈറ്റഡ് ആണ്. കാരണം വൺ ഓഫ് ദ ബെസ്റ്റ് കമ്പനി ഇൻ ഇന്ത്യ, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റോ മെറ്റീരിയൽസ്, ഓർഗാനിക് പ്രോഡക്ട്സ്, പ്രത്യേകിച്ചും വെൽനസ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിതരണം ചെയ്യുന്ന ഏകദേശം 600 കോടിയുടെ ടേൺ ഓവർ ഉള്ള നമ്മുടെ മഹർഷി ആയുർ ലാബ് എന്ന് പറയുന്ന ഒരു കമ്പനിയുമായിട്ട് കമ്പനി
നമ്മുടെ കമ്പനി ടൈപ്പ് ചെയ്തു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. കാരണം 2000-ൽ പരം ഉൽപ്പന്നങ്ങളാണ് ഇന്ന് കമ്പനി ഇ കൊമേഴ്സിലൂടെ നമ്മൾ വിതരണം ചെയ്യാൻ വേണ്ടി എഗ്രിമെന്റിലേക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, വെറും 6 മാസം പ്രായമുള്ള ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം 6 മാസം കൊണ്ട് 2000-ൽ പരം പ്രോഡക്ട്സുകൾ നമ്മളുടെ സൈറ്റിലൂടെ വിതരണം ചെയ്യാനുള്ള ശേഷി വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഡൺ ത്രൂ ഓൺലി അവർ ബിലവഡ് ശ്രീകുമാരി ഷാജി എന്നേ ഞാൻ പറയുള്ളൂ. കാരണം നമ്മുടെ MD-യുടെ ഒരാളുടെ ഏറ്റവും വലിയ കഴിവ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിലൂടെയാണ്. കാരണം ഇത് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ എന്തൊക്കെ അധ്വാനം അദ്ദേഹം ചെയ്തു എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ പോലും പറ്റില്ല. അത്തരത്തിലുള്ള വലിയൊരു ഉത്സവം നിർവഹിച്ചിരിക്കുകയാണ്. ഞാനൊരു ബിഗ് സല്യൂട്ട് അതിന്റെ പേരിൽ അദ്ദേഹത്തിന് നൽകുകയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വെൽനസ് മേഖലയിലുള്ള പ്രൊഡക്റ്റിന്റെ കാര്യം ഞാൻ ഇപ്പോൾ പറഞ്ഞെങ്കിൽ, നമുക്ക് ഈ ചെരുപ്പ് വേണമെങ്കിൽ വാങ്ങാം, ലെതർ ഐറ്റംസ് വാങ്ങിക്കാം. 8000 രൂപയുള്ള ഒറിജിനൽ ലെതറിന്റെ ട്രോളിക്ക് നമുക്ക് ഏകദേശം 4000 രൂപയ്ക്ക് നമുക്ക് കിട്ടത്തക്ക രീതിയിലേക്കുള്ള എഗ്രിമെന്റാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തത്. അതുപോലെ ചെരുപ്പുകൾ, വളരെ ബ്രാൻഡഡ് ആയിട്ടുള്ള ചെരുപ്പുകൾ, അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കള്, അതുപോലെ ഓർഗാനിക് ആയിട്ടുള്ള മറ്റു പല നമ്മുടെ ലേപനങ്ങള്, ഇതൊക്കെ നമ്മുടെ ഒരൊറ്റ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് അവൈലബിൾ ആകുമെന്ന് വെച്ചാൽ ഇറ്റ് കനോട്ട് ബി അൺബിലീവബിൾ എന്ന് വേണമെങ്കിൽ പറയാം. അത്ര പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി എന്നുള്ളത് ഒരു വലിയ നേട്ടം തന്നെയാണ്. കാരണം ഈ 2025-ൽ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വലിയൊരു സംവിധാനത്തിലേക്ക് എത്താൻ പറ്റിയെന്ന് വെച്ചാൽ ഒരു വലിയ നേട്ടമാണ്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം വെൽനസുമായിട്ട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ബെറി ബ്ലാസ്റ്റ് എന്ന് പറയുന്ന നമ്മുടെ ബയോബെറി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബയോബെറിയാണ് നമ്മുടെ ബിസിനസ്സിൽ നമ്മളെ ബ്ലാസ്റ്റ് ആക്കാൻ പോകുന്ന കാര്യം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉൽപ്പന്നത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഇന്നത്തെ ഏറ്റവും വലിയ ആന്റി ഓക്സിഡന്റ്, നമ്മളെല്ലാവരും ഇന്ന് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന രീതിയിൽ അസുഖം വന്ന ആശുപത്രിയിൽ പോകുന്നതിന് പകരം അസുഖം വരാതിരിക്കാനുള്ള നടപടിക്രമങ്ങൾ നമ്മൾ പാലിക്കുക. ചെടിയിൽ ചവിട്ടിയിട്ട് നമ്മൾ കഴുകി കളയുന്നതിന് പകരം ചെടി ചവിട്ടാത്തരത്തോടി നമ്മൾ നടന്നു പോവുക എന്ന് പറയുന്ന പോലെ ഇന്നറിയാം, ഇന്ന് നമ്മുടെ ഈ പ്രത്യേകിച്ചും ഈ ഡിസംബർ മാസ കാലഘട്ടത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ജലദോഷം, ചുമ, അതുപോലെ തന്നെ തുമ്മൽ, ഇങ്ങനെയുള്ള ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഏറ്റവും കൂടുതൽ പടർന്നു പിടിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇത്തരം ഒരു പ്രൊഡക്റ്റ് നമ്മുടെ വിപണിയിലേക്ക് നമുക്ക് അത് കൊടുത്ത് നമ്മുടെ മാക്സിമം ആളുകളുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്വം, സാമൂഹിക ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ നമുക്ക് ബൈബലിനെ സല്യൂട്ട് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ഉൽപ്പന്നം നമുക്ക് ഈ പറയുന്ന ഏത് മേഖലയിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് വാങ്ങിച്ച് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ഇഷ്ടംപോലെ ഉൽപ്പന്നങ്ങളുണ്ട്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉൽപ്പന്നങ്ങളെ പറ്റി പറയാൻ സമയമില്ലാത്തതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വഴിയാലെ കമ്പനി ചെയ്തു തരുന്നതായിരിക്കും. എന്റെ എക്സൈറ്റ്മെന്റ് കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. കാരണം കോമ്പിനേഷൻ പ്രോഡക്ട്സ് ആയിട്ട് ഷുഗർ, കൊളസ്ട്രോള്, അതുപോലെ മുട്ടുവേദന, സന്ധിവാതം, അങ്ങനെയുള്ള ഇത്, അതുപോലെ സ്കിൻ ഡിസീസ്, ഇതിനൊക്കെ നമുക്ക് തരണം ചെയ്യാനും പ്രിവെന്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒത്തിരി സപ്ലിമെന്റ്സ് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. ഇതെല്ലാം ഓർക്കേണ്ടത് സെൻട്രൽ FSSAI എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് വെച്ചുള്ള കമ്പനിയുടെയാണ്. അല്ലാതെ സാധാരണ നമ്മൾ ബേക്കറിയിൽ സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്നത് FSSAI സർട്ടിഫിക്കറ്റ് അല്ല. ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് ഉള്ള, ഏറ്റവും ക്വാളിഫിക്കേഷൻ ഉള്ള അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നതിന് നമുക്ക് വളരെ അഭിമാനത്തോടെ നമുക്ക് പറയാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് ടെറിഷറി സെക്ടറിൽ നിങ്ങൾക്കറിയാം, സ്റ്റീൽ അലമാരകൾ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ വിപണിയിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയും എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഇന്ത്യയിലെ കച്ചവടം മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പോർട്ട് ക്വാളിറ്റിയുള്ള നമ്മുടെ സ്റ്റീൽ അലമാര, കട്ടല, ഡോർ, അങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ഗൂഗിളിൽ തിരഞ്ഞെടുത്തെങ്കിൽ നിങ്ങൾക്കറിയാം D21 എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് നമ്മൾ എഗ്രിമെന്റ് എക്സിക്യൂട്ട് ചെയ്തു കഴിഞ്ഞു. ഇന്ന് ഇന്ത്യയിൽ ഏത് കമ്പനി വിതരണം ചെയ്യുന്നതിലും ലാഭത്തിന് നമ്മൾക്കൊരു വ്യക്തിക്ക് ഈ സാധനം കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർമ്മാണ മേഖലയിൽ വർക്ക് ചെയ്യുന്ന കോൺട്രാക്ടർമാർക്കും നിർമ്മാണ തൊഴിലാളികൾക്കും അവർക്ക് ഒരു വീടിന്റെ പണി കിട്ടിയാൽ ഒരു 75,000 രൂപയെങ്കിലും അവർക്ക് ലാഭം കിട്ടുന്നതിന് ഒരു പഞ്ഞവുമില്ല സുഹൃത്തുക്കളെ. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഈ വലിയൊരു അവസരത്തെ ഞാൻ പറയുകയാണെങ്കിൽ ഗ്രാബ് ചെയ്യുക. ഇത്രയും വലിയൊരു അവസരം വന്നിട്ട് ഞാനൊന്ന് നോക്കി നിൽക്കട്ടെ എന്നുള്ള രീതിയിൽ ഒന്ന് അറച്ചു നിൽക്കാൻ പോലും പാടില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് വിനീതമായിട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ 1000 രൂപയ്ക്ക് നിങ്ങളെ പർച്ചേസ് അഡ്വാൻസിൽ വാങ്ങി നിങ്ങൾക്ക് വരുമാനം വരുമ്പോൾ നിങ്ങൾക്ക് ആകെ ചെയ്യേണ്ട ഒരേ ഒരു ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ 1500 രൂപയുടെയെങ്കിലും ഒരു പ്രോഡക്റ്റ് വെൽനസ് മേഖലയിലോ ടെക്സ്റ്റൈൽസ് മേഖലയിലോ അല്ലെങ്കിൽ ലെതർ അല്ലെങ്കിൽ നമുക്ക് മറ്റേ സ്പൈസസോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. ഈവൻ കപ്പലണ്ടി മുതൽ നമുക്കറിയാം ഏലാതി മിഠായി വരെ പോലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ അത്രയും ഇതായിട്ട് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് നേരിട്ട് കാണുകയും ഹണി എന്താണ്, ശരിയായ തേൻ എന്താണെന്ന് ആദ്യമായിട്ട് രുചിച്ച് ഇപ്പൊ ഈ അടുത്തിടയ്ക്കാണ് ഞാൻ അറിഞ്ഞത്. കാരണം
ആ ഒറിജിനൽ ഹണി എന്താണ് നമുക്ക് അത് രുചിച്ചു കഴിയുമ്പോഴേ അതിന്റെ ഗുണം എന്താ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോ കമ്പനിയെ പറ്റി എത്ര പറഞ്ഞാലും നമുക്ക് മതി വരില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പൊ വന്നിട്ടുള്ള ഈ ആശയം വളരെ നല്ല രീതിയിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. നമുക്ക് വരുമാനം വരുന്തോറും നിങ്ങളുടെ പേ ഔട്ടുകളൊക്കെ നിങ്ങൾ നിഷ്പ്രയാസം നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും കമ്പനി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഗേറ്റ് വേ ഓൾറെഡി ആയി കഴിഞ്ഞു. അതുപോലെ തന്നെ ബെനിഫിഷ്യറീസിനെ 1000 ബെനിഫിഷ്യറീസിനെ ഓൾറെഡി നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ഒറ്റ ക്ലിക്കിൽ 1000 പേരുടെ അക്കൗണ്ടിലേക്ക് പൈസ പോകുന്ന ലെവലിലേക്ക് കമ്പനി എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഇനി മടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളൊന്നും അറിയാതെ നമ്മൾ നിൽക്കുന്നു എന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരും. ഈ വിഷണറി മാനേജ്മെന്റിനെ സംബന്ധിച്ചുള്ള പ്രധാനമായിട്ടുള്ള കാര്യം ലൈഫ് ലോങ് ആയിട്ടുള്ള ഗ്രോസറിയാണിത് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഒരു 1000 രൂപയ്ക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മൊബൈൽ റീചാർജ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നു. 6 വാലറ്റിലുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള വരുമാനം കിട്ടുന്നു. ലൈഫ് ലോങ് റീചാർജ് നമുക്ക് റീബർത്തിലൂടെ നമുക്ക് കിട്ടുന്നു. അതുപോലെ ഇ കൊമേഴ്സിലൂടെയും ലൈഫ് ലോങ് ബെനിഫിറ്റ്സ് കിട്ടുന്നു. അതുപോലെ തൊട്ടടുത്തടുത്ത് നിന്ന് നമുക്ക് കടയിൽ നിന്ന് നമുക്ക് സാധനങ്ങൾ വാങ്ങാം. നമ്മുടെ നാട്ടിലുള്ള കച്ചവടക്കാരെയും വ്യാപാരികളെയും എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കാം. അങ്ങനെ നമുക്ക് സുന്ദര സമൃദ്ധമായ അല്ലെങ്കിൽ സമ്പൽ സമൃദ്ധമായ ഒരു ഇന്ത്യ നമുക്ക് പണിയാം. ഓക്കെ, വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.